പോക്സോ കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നെന്ന് സുപ്രീം കോടതി. പശ്ചിമബംഗാളിലെ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കോടതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത്? സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശം ഏതു തരത്തിലാണ് അച്യുതൻ? റിജിത്ത്, ഈ പശ്ചിമ ബംഗാളിലെ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള നിരീക്ഷണവും ഒപ്പം തന്നെ ചില വിമർശനങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ പോക്സോ കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പോക്സോ കേസിലെ പ്രതിക്ക് ശിക്ഷ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ പശ്ചാത്തലം എന്നുള്ളത് പ്രതിയെ അതിജീവിത വിവാഹം കഴിച്ച് കുടുംബമായി കഴിയുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷ ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയത്. എന്നിരുന്നാലും ഈ അതിജീവിത നീണ്ടുനിന്ന നിയമ നടപടികൾ ആണ് ആ അതിജീവിതയെ കുറ്റകൃത്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ അതിജീവിതയുടെ മനസ്സിനെ ബാധിച്ചതെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. പ്രതിയോട് ഇപ്പോൾ അതിജീവിതയ്ക്ക് വൈകാരിക ബന്ധമാണുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രതിയെ ഈ ശിക്ഷയിൽ നിന്നും ഇപ്പോൾ മുക്തനാക്കിയിരിക്കുന്നത്. കുറ്റകൃത്യം നടന്നപ്പോൾ തന്നെ അതിന്റെ വ്യാപ്തിയും മനസ്സിലാക്കി കൊടുക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം സുപ്രീം കോടതി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ സംഭവം നടന്ന നീണ്ട നാൾ നിയമ പോരാട്ടം നടത്തിയിട്ടും ഇതിലേക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്ക് ഒന്നും തന്നെ കണ്ടെത്താനായി കഴിഞ്ഞില്ല, നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വിധിയുടെ പൂർണ്ണ രൂപം ലഭിച്ചാൽ മാത്രമേ ആ വിധി പകർപ്പ് അതിലെന്താണ് നിർദ്ദേശങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നേരത്തെ ഇങ്ങനെ ഈ സ്വഭാവത്തിലുള്ള കേസുകളിൽ ഈ വിചാരണയൊക്കെ നീണ്ടുപോകുന്നതിലുള്ള ആശങ്കയും അതൃപ്തിയും ഒക്കെ കോടതി വ്യക്തമാക്കിയിരുന്നല്ലോ നേരത്തെ അച്യുതൻ. തീർച്ചയായിട്ടും റിജിത്ത്, അത് തന്നെയാണ്. അതായത് ഈ പോക്സോ പോലുള്ള കേസുകളിൽ അതിൽ അതിജീവിതയ്ക്ക് എത്രയും വേഗം നീതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഈ ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുന്ന പാളിച്ചകൾ, അത് നീതി നടപ്പിലാക്കാൻ എടുക്കുന്ന കാലതാമസം, ഇതെല്ലാം ഇതിനു മുൻപും ചർച്ചയായ വിഷയങ്ങളാണ്. അത് ഇവിടെ വീണ്ടും ഈ ജസ്റ്റിസ് അബേസ് ഇതിലേക്ക് വരുമ്പോൾ, ബെഞ്ചിലേക്ക് വരുമ്പോഴാണ് ഈ നിരീക്ഷണം, സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ ഈ കേസിൽ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. നീണ്ടകാലത്തെ ആ കുറ്റകൃത്യത്തെക്കാൾ അതിജീവിതയുടെ മനസ്സിനെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ ബാധിച്ചത് ഈ നിയമ പോരാട്ടമായിരുന്നു. കാരണം അത് ദീർഘനാളത്തെ ഒരു പോരാട്ടമായിരുന്നു എന്നതാണ്. അതായത് കുറ്റകൃത്യത്തെക്കാൾ അതായിരുന്നു പ്രഹരമേൽപ്പിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒപ്പം ഇതിൽ അമിക്കസ് ക്യൂറി കൈമാറിയ റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കൂടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിജിത്ത്.